വേളാരം ടീം ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിലും അത് ബിത്ര 150-250 പേരുള്ള ബിത്രയിലടക്കം ഞങ്ങൾ പോയിക്കൊണ്ട് ഈ വിഷയങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. പക്ഷേ ഞങ്ങൾക്കറിയാം അഡ്മിനിസ്ട്രേഷൻ ലക്ഷദ്വീപ് ഇത് കേവലം ഒരു ന്യൂസ് പോർട്ടലല്ല. ഇത് ലക്ഷദ്വീപിന് ജനാധിപത്യപരമായിട്ട് നിയമനിർണ്ണയം പ്രഖ്യാപിക്കാനോ നിരന്തരമായി പ്രഖ്യാപിക്കുന്ന ഒരു ഉത്തരവും ഇറക്കാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സെക്ഷൻ 30 ഇത്രയും വർഷം വെക്കാൻ പാടില്ല? ഞങ്ങൾ വാതുറക്കുമ്പോൾ അവർ നിബന്ധനകൾ തരും, ഇങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വേളാരം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ലക്ഷദ്വീപിലെ ഓരോ കാര്യങ്ങളും എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ചലഞ്ച് ചെയ്യപ്പെടും, അതേപോലെ ഈ നിയമം ലംഘിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ഏകാധിപത്യ ഭരണ സംവിധാനത്തിലൂടെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അതിനെതിരെ യാത്ര എന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥരോട് പറയുക എന്നുള്ളതേ ഉള്ളൂ. നോർത്ത് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ വരുന്നു, അദ്ദേഹമാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എവിടെയാണ് ജനാധിപത്യപരമായിട്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ലക്ഷദ്വീപുകാരന് എന്താണ് അതിൽ പങ്കുള്ളത്? യാതൊരുവിധ പങ്കും ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിൽ യാതൊരുവിധ പങ്കും നമുക്ക് ലഭിക്കുന്നില്ല ലക്ഷദ്വീപിന്. അതേപോലെ എല്ലാ യൂണിയൻ ടെറിട്ടറികളിലെയും പ്രശസ്ത ജനപ്രതിനിധികളായിക്കോട്ടെ, അതേപോലെ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മൾ വേളാരം ഓൺലൈൻ ടോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് റീപ്ലേസിംഗ് അഡ്മിനിസ്ട്രേറ്റർ വിത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇൻ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം April 6 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഇനാഗുറേഷൻ ചെയ്തത് ഡമൻ ആൻഡ് ഡ്യൂവിലെ MP ശ്രീ ഉമേഷ് ഭായ് പട്ടേലാണ് ആ പരിപാടി ഇനാഗുറേഷൻ നടത്തിയത്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് വേളാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള ഒരു കാരണം, ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന ഒരു സെക്ഷൻ 30 IPC സെക്ഷൻ 30യെക്കുറിച്ച്, ഇന്ത്യൻ പോലീസ് ആക്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്കൊരു മൈക്കെടുത്ത് ഈ ക്യാമറ എടുത്ത് നിങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങളോട് ഇവിടുത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് പറയുന്നു, നിങ്ങൾ 48 മണിക്കൂർ മുന്നേ ഒരു ലൈസൻസിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുക്കണം. ഈ അപേക്ഷ അവർ പരിശോധിച്ചതിന് ശേഷം 8ഓളം ഉപാധികളോടെ അഡ്മിനിസ്ട്രേറ്ററെ കുറ്റം പറയാൻ പാടില്ല എന്ന് തുടങ്ങിയ നിരവധി ഉപാധികളോടെയാണ് 48 മണിക്കൂറിന് ശേഷം നമുക്ക് ലൈസൻസ് അനുവദിച്ച് കിട്ടുന്നത്. ഏത് സമയം വേണമെങ്കിലും നമ്മുടെ പ്രതിഷേധം അവർക്ക് റദ്ദ് ചെയ്യാൻ പറ്റും. ലക്ഷദ്വീപിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ലക്ഷദ്വീപിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ വരുന്നില്ല, പ്രതിഷേധങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട്. അത് ഈ സെക്ഷൻ 30 അവിടെ നടപ്പിലാക്കിയത് കൊണ്ടാണ്. ഇത് ഏകദേശം 10-30 വർഷമായി തുടർന്നു വരുന്ന ഒരു പ്രവണതയാണ് അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ ലക്ഷദ്വീപ് പോലീസിൻ്റെ നിങ്ങൾക്ക് തന്ന പത്രക്കുറിപ്പിൽ അതിൽ കാണാം, ലക്ഷദ്വീപ് പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെക്ഷൻ 30 ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഒരു രേഖ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെയും കേസ് ചാർജ് ചെയ്യുന്നുണ്ട്. IPC സെക്ഷൻ 30 സബ്സെക്ഷൻ 2 പ്രകാരം കേസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ലക്ഷദ്വീപിൽ ഇന്നാളൊരു ദിവസം ലക്ഷദ്വീപിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരാൾ കടലിൽ കാണാതെ പോയി. അയാൾ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. എന്നാൽ ആ പോയ മനുഷ്യന് വേണ്ടി പ്രതിഷേധിക്കാൻ 48 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. അതായത് ലക്ഷദ്വീപിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു അടിയന്തരാവസ്ഥയുടെ ഒരു സാഹചര്യത്തിലൂടെയാണ് ലക്ഷദ്വീപ് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധത്തിൻ്റെ ആവശ്യം? ഞങ്ങൾ പുതിയ ജനറേഷനാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലൂടെയാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത്. നമുക്കറിയാം, ഇടക്കാലത്ത് സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറുമായി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയം, അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ബില്ലിന് മേൽ അടയിരിക്കരുതെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നു, ആർട്ടിക്കിൾ 239 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നു, അദ്ദേഹം വരുന്നു, അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? ആരോടും ചോദിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ശാന്തസുന്ദരമായ മനോഹരമായ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഇത്രയും മനോഹരമായ, നമുക്കറിയാം
ക്രൈം റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ വളരെ കുറവാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സെക്ഷൻ 30 കഴിഞ്ഞ 30 വർഷമായിട്ട് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഇവർ 2011 അന്നത്തെ എക്സ് ചീഫ് കൗൺസിലർ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ എ കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവർ ഈ ഓർഡർ ഇറക്കുന്നത് ഓരോ 90 ദിവസം കൂടുമ്പോഴും ഇത് റിന്യൂ ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ 90 ദിവസത്തേക്ക് നീണ്ടു പോകും. അപ്പോൾ അന്ന് കോടതിയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ വാദം പറയുന്നത് ഇത് കേവലം 90 ദിവസം നിലനിൽക്കുന്ന ഒരു നിയമമാണ്, അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, ഇത് നീങ്ങും. അങ്ങനെ 2011 ആ 90 ദിവസത്തെ ഇതിൻ്റെ പേരിൽ കോടതി എന്ത് ചെയ്തു? ആ ഹർജി തീർപ്പ് കൽപ്പിച്ചു. ഞാൻ 2024 വീണ്ടും ഇതേ പോലീസ് ആക്ട് ഈ സെക്ഷൻ 30 ഇവിടുത്തെ ഹൈക്കോടതിയിൽ, നമ്മുടെ ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തപ്പോൾ അതിലും കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നത് ഇത് 90 ദിവസത്തേക്കുള്ളതാണ്. 2011 ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട ഈ നിയമം 2011 ഇത്തരമൊരു പ്രശ്നം നടന്നു. 2011 ഇതിനെ ചലഞ്ച് ചെയ്യപ്പെടുന്നു. 2011 അഡ്മിനിസ്ട്രേഷൻ്റെ വാദം എന്താ? ഇത് 90 ദിവസത്തേക്ക് നിലനിൽക്കുന്ന ഒന്നാണ്. എന്നാൽ 2024 ഞാനിത് ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ എത്ര വർഷമായി? 13 വർഷമായിട്ട് ഈ നിയമം ലക്ഷദ്വീപിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ കൃത്യമായി അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ അവർ അനൗൺസ് ചെയ്തിട്ടേക്കുന്നുണ്ട്, ഈ സെക്ഷൻ 30 പ്രകാരം എല്ലാവരും ലൈസൻസിന് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമോ ക്യാമറ എടുത്ത് പുറത്തിറങ്ങാൻ? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ SP-യുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, നിങ്ങൾ സമ്മതിക്കോ? അപ്പം ഞങ്ങളൊരു അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സേവ് ലക്ഷദ്വീപ് ഫോറം പോലുള്ള ഒരു വലിയ പരിപാടികളൊക്കെ 4 ദിവസം പ്രൈം ടൈമിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇത്തരമൊരു നിയമം ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് അവിടുത്തെ ജനങ്ങളുടെ ഒരു സൈക്കിൾ എംബഡായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ആളുകൾ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് പരിപാടി നടത്തണമെങ്കിൽ 48 മണിക്കൂറിന് മുമ്പ് ഇത് വരണമെന്നാണ്. അപ്പോൾ ഇത് അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ലക്ഷദ്വീപ് ഇപ്പോൾ നിയമസഭ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ്റെ കാര്യം പറയുന്നു. ഇപ്പോൾ നോർത്ത് ഫെയർ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള പോപ്പുലേഷൻ്റേതായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്തു കഴിഞ്ഞാൽ നോർത്ത് ഇപ്പോൾ ബീഹാറിലും UP-യിലും ജയിച്ചാൽ മതി, ഇന്ത്യ ഭരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന നോക്കുമ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ UP-യിലെ 30 കോടി 28 കോടി വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ ശരിക്കും പക്ഷേ ലക്ഷദ്വീപിനെ കുറിച്ച് നിയമസഭയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താ? പോപ്പുലേഷൻ വളരെ കുറവില്ല, നിങ്ങൾക്ക് എന്തിനാണ് പ്രാതിനിധ്യം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ വലിയ ഭാഷകൾ അല്ലെങ്കിൽ വലിയ സ്റ്റേറ്റുകൾ ചെറിയ സ്റ്റേറ്റുകൾ വിഴുങ്ങുമ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾ ആക്ച്വലി ഇത്തരം എന്താ പറയുക വളരെ ചെറിയ സ്റ്റേറ്റുകൾ ഇപ്പോൾ സദേൺ ഒരു എന്താ പറയുക ലക്ഷദ്വീപിനൊരു സ്റ്റേറ്റ് ഹുഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പോപ്പുലേഷൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ അതായത് ഒരു ജനാധിപത്യം പൂർണ്ണമാവണമെങ്കിൽ അവസാനത്തെ ദ ലാസ്റ്റ് മാൻ ഇൻ ദ ക്യൂ അയാൾക്ക് പോലും നീതി കിട്ടണമെന്നുള്ളൊരു പ്രിൻസിപ്പിളിൻ്റെ പുറത്താണ് ഇത് പോകുന്നത്. ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപിൽ നേരിടുന്ന വിഷയങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അപ്പോൾ എന്താ പറയുക നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മുഖ്യധാരയിൽ എത്തുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. യെസ്, അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ, കാരണം നമുക്കറിയാം സേവ് ലക്ഷദ്വീപ് പോലെയുള്ള ഒരവസരത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം നിന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ്. അതിൽ ഞങ്ങൾക്ക് എന്നും നന്ദിയും കടപ്പാടുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്കറിയാം സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജന്തർ മന്ദറിലെ പ്രശ്നം വന്നപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്, സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം അത് അനുവദിച്ചു കൊടുക്കണം, അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കണമെന്നാണ് ജന്തർ മന്ദർ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. സുപ്രീം കോടതി വീണ്ടും ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്,